വികാസത്തിൽ അത് ഭംഗിയായി നടക്കും. ഇതിന് അനുയോജ്യനായ ഒരു ഭർത്താവിനെ, ലില്ലിക്ക് അനുയോജ്യനായ ഭർത്താവിനെ കിട്ടിയതിന് വലിയ സന്തോഷമുണ്ട്. ലാസ്വേഴ്സിൽ പോയിരിക്കുന്നത് ഇത് കൂടാനായിട്ട് മാത്രമായിട്ട് ലാസ്വേഴ്സിന് വരുന്ന വഴിയാണ്. ഡിയർ ലില്ലി ആൻഡ് ഫിലിപ്പ്, നിങ്ങളുടെ 25ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ദിവസത്തിൽ എല്ലാ വിധത്തിലുള്ള മംഗളങ്ങളും നേർന്നു കൊടുക്കുന്നു. ഈ വിവാഹം എന്ന് പറയുന്നത് ഒരു വയലിൻ പോലെയാണ്. ആദ്യം ആ സ്ട്രിങ് നല്ലപോലെ കൊട്ടുമ്പോഴത്തേനും നല്ല സൗണ്ടായിരിക്കും. അത് കൊട്ടി 10-20 വർഷമാകുമ്പോഴത്തേനും സ്ട്രിങ്ങൊക്കെ ലൂസായി അതിൻ്റെ ട്യൂണൊക്കെ ചേഞ്ച് ചെയ്യും. അപ്പം അന്നേരം അതിനൊരു ട്യൂണപ്പ് ചെയ്യണം എന്ന് പറയുന്ന പോലെ ഈ വിവാഹം പോലെ തന്നെയാണ്. ആദ്യം 1-2 വർഷമൊക്കെ നമുക്ക് ഭയങ്കര നടന്നക്കാട്ടുണ്ടാകുന്നത്. ഓരോ വർഷം കഴിയുന്നതോറും അതിൻ്റെ കുറഞ്ഞു പറഞ്ഞു. ഇപ്പം 25 വർഷമാകുമ്പോൾ ഇതുപോലെ ഒരു ട്യൂണപ്പ് ചെയ്യുന്നത് നല്ലതാണ്. എനിവേ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരു തമാശ പറയാതെ ഇവിടുന്ന് പോകാമെന്ന് പറയുന്നത് പ്രയാസമാണ്. ഒരു ചെറിയ തമാശ. ലില്ലിയോടൊരു ചോദ്യമാണ്. ഈ ബൈബിളിൽ ഒരു വേർഡുണ്ട്, ആണുങ്ങളാണ് കാപ്പി ഉണ്ടാക്കി കൊടുക്കുന്നത്. ബൈബിളിൽ ഒരു വേർഡാണ്, ആണുങ്ങളാണ് കാപ്പി ഉണ്ടാക്കുന്നത്. അറിയാമോ? ഹീബ്രു. വിവാഹ വാർഷികം ആഘോഷിക്കുന്ന തിരുവനന്തപുരം ആദ്യമായി നിങ്ങൾക്ക് തന്നെ എല്ലാവിധ ആശംസകളും എൻ്റെ കുടുംബത്തിൻ്റെ വീട്ടിൽ നേരുകയാണ്. ഞാൻ ഏകദേശം 20 വർഷങ്ങൾക്ക് മുമ്പാണ് ഇവരെ പരിചയപ്പെടുന്നത്. ഞാൻ ഇന്ന് രാവിലെ പള്ളിയിലേക്ക് വന്നപ്പോൾ വാതിക്കൽ ഇരിക്കുന്നത് നിന്ന് ഒരു വെള്ള ഷർട്ടും ചുവന്ന കൈയൊക്കെ ഇരിക്കുന്നുണ്ടപ്പോൾ 20 വർഷം മുമ്പും ഇങ്ങനെ തന്നെ ആയിരുന്നല്ലോ ഇദ്ദേഹം വരുന്നത് എന്ന് ഞാൻ ഓർക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയോടെ തന്നെ കഴിഞ്ഞവർ നിങ്ങൾ പരിചയപ്പെടുമ്പോൾ മുതൽ ചിലപ്പം ഫിലിപ്പങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെ ആയാലും കാനായ അസോസിയേഷന് വേണ്ടിയായാലും പള്ളിക്കായാലും മലയാളി അസോസിയേഷന് വേണ്ടിയായാലും എപ്പോഴും ഓണസ്റ്റായിട്ട് എല്ലാവിധ സഹകരണങ്ങളും സഹായങ്ങളും ചെയ്യുന്ന ഒരു കുടുംബമാണ്. ഞങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഞങ്ങളുടെ ഡാൻസ് സ്കൂളിന് വേണ്ടി ഉറവിടത്തിന് വേണ്ടി അകവഴിഞ്ഞ് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ്. ഞങ്ങളുടെ ഏറ്റവും നല്ല രീതിയിലുള്ള സ്നേഹത്തോടുള്ള എല്ലാ ആശംസകളും നിങ്ങൾക്ക് നേരുകയാണ്. താങ്ക് യു വെരി മച്ച്. Probably you understand. Okay, I want the bubbles to get Donnie. Thank you. I know everybody is ready to eat, so I don't want to extend much talk. Our sisters, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫാദറിലോ ഇവിടെയുണ്ട്. എല്ലാവരുടെയും നാമത്തിൽ ഞാൻ പറയുകയാണ്, ഈ കല്യാണത്തിൻ്റെ രഹസ്യം എന്താണെന്ന് ജോസുവിന് ഇവിടെ ചോദിക്കേണ്ടത്.
വലിയ രഹസ്യവുമില്ല, തിയറിയില്ല. നമ്മളെ ചെറുപ്പകാലത്ത് കുറിച്ച് വരയ്ക്കാൻ പഠിപ്പിച്ചപ്പോൾ പറഞ്ഞ വിശ്വസിക്കുക, പിന്നെ കുറച്ചൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യുക. അല്ലാതെ ഞാനാണെന്ന് അയ്യോ നമ്മുടെ ഭാവം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. പറയുന്നതിന് കേട്ട് അതുപോലെ ചെയ്യുക. ലോ പ്രൊഫൈൽ ലോ ഫിസിക്സ് ഈസ് നെസസറി ഫോർ ദാറ്റ്. അതെനിക്ക് പറയാനുള്ളത്. പിന്നെ ഇന്ന് തലമുറയെല്ലാം കൊണ്ടുപോയിലൂടെ നിൽക്കുന്ന കണ്ടപ്പോൾ എനിക്ക് മാഞ്ഞൂർ പള്ളിയിൽ ഞാൻ കണ്ട അതേ ചായ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ വീട്ടിൽ ഞാൻ 25 വർഷം വെച്ചോണ്ടിരുന്നു. അന്ന് കണ്ട ആ വീട്ടിലാണ് ഇന്നും ഇരിക്കുന്നത്. ഇത് ഇത്രയും റെഡിയാണെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ്. I'm very thankful to my in-laws. മുത്തോളത്ത് ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് നിങ്ങൾക്ക് എല്ലാവരും അറിയാവുന്ന പോലെ കല്യാണം കഴിക്കുന്ന സമയത്ത് നമ്മൾ കല്യാണം കഴിച്ചു. നാട്ടിൽ നിന്ന് ഞാൻ പോയത് 36 വർഷം മുമ്പ് നാട്ടിൽ നിന്ന് പോകുന്നത്. അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ വളരെയധികം വിലഹത്വം തോന്നി. കാരണം നമ്മളങ്ങനെ തനിച്ച് ജീവിക്കുന്നതിനെ പറ്റി ചിന്തിച്ചിട്ട് പോയി. അന്ന് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരു കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യും. നമ്മൾ എലോണായി കഴിഞ്ഞിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അന്ന് ഞാൻ ചെന്നിടത്തെല്ലാം ഒരു കമ്മ്യൂണിറ്റി എനിക്കുണ്ടായി. ഞാൻ അതിനു വേണ്ടിയിട്ട് ഒരു ടീം ബിൽഡ് ചെയ്തു. അതായത് ഒരു കൂട്ടായ്മ ബിൽഡ് ചെയ്തു. അതിനകത്ത് എനിക്ക് തോന്നി എനിക്ക് ആളുകളുണ്ട്, എനിക്ക് സഹോദരങ്ങളുണ്ട്, എനിക്ക് അപ്പനുണ്ട്, അമ്മയുണ്ടെന്നുള്ളൊരു ഫീലിംഗ്. പള്ളിയാണെങ്കിലും കൊള്ളാം, അസോസിയേഷൻ ആണെങ്കിലും കൊള്ളാം, എന്താണെങ്കിലും ഒരു കൂട്ടായ്മ, ഒരു കമ്മ്യൂണിറ്റി നമ്മൾ വളർത്തിയില്ലെങ്കിൽ നമ്മൾ എലോണാന്ന് തോന്നും, നമുക്കാരുമില്ലെന്ന് തോന്നും. ഇന്ന് ഞാൻ എലോണല്ല. എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, സന്തോഷമായ എൻ്റെ ഇൻലോസ്, മുത്തോളത്ത് ഫാമിലി, ഓടപ്പള്ളി ഫാമിലി, അതിനെല്ലാം ഉപരിയായി എൻ്റെ സമുദായം, എൻ്റെ സമൂഹം, എൻ്റെ സഭ, അവരെല്ലാം എൻ്റെ കൂട്ടത്തിലുണ്ട്. അതിൻ്റെ സന്തോഷവും നന്ദിയുമാണ് ഇപ്പോൾ ഈ കാണുന്നത്. എനിക്കത് വളരെ അഭിമാനിക്കാനുണ്ട്. ഇതുപോലുള്ളൊരു കൂട്ടായ്മ വളർത്തിയെടുക്കാൻ നമ്മളെല്ലാവരും സഹകരിക്കുകയും അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും. ഇന്ന് ഇതിനുവേണ്ടി എല്ലാ സഹകരണങ്ങളും നൽകിയ അച്ഛനും കന്യാസ്ത്രീകളും അതുപോലെ എൻ്റെ സഹോദരങ്ങളും എൻ്റെ ഫാമിലി, നെഫ്യൂസും നീസസും എൻ്റെ ഈ പള്ളിയിലെ കൈക്കാരന്മാരുണ്ട്. ഞാൻ വളരെയധികം നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സെക്രട്ടറി റോജി, ഹി ഈസ് വർക്കിംഗ് സോ ഹാർഡ് ടു സക്സസ്ഫുൾ ദിസ് തിങ്. താങ്ക് യു വെരി മച്ച്. I guess Joseph is right. Whenever you give Daddy the mic, he doesn't stop talking. So Joy also made some great food, so I invite you all to go and eat. ഒരു കാര്യം ശ്രദ്ധയപ്പെടുത്തുകയാണ്. നമുക്കറിയാം, നമ്മുടെ പള്ളിയിൽ ആരംഭത്തിൽ സൂചിപ്പിച്ചിരുന്നു പള്ളിപ്പടവിലെ ഒരു പൊസിഷൻ പള്ളിപ്പടവിലെ സാറിനെ കുറിച്ച് ഒരാഴ്ചയായിട്ട് UCLA ഇൻറ്റൻസീവ് യൂണിറ്റിൽ ഇൻക്യുബേറ്റ് ചെയ്ത് കിടക്കുകയാണ്. വളരെ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് കുട്ടി. എന്താണത്ര കോംപ്ലിക്കേഷൻ ചെയ്യുന്നതിനെ മെഡിക്കൽ ആയിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ട് അതൊരു വല്ലാത്ത ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണ്. നമുക്കറിയാം, ഫാമിലി ഒരുപാട് ദോഷം ചെയ്യുന്നുണ്ട്. ആ കുറിച്ചൊരു സ്ഥാനത്ത് നമ്മുടെ ഫാമിലി ഇടുക, നമ്മുടെ മുന്നിൽ വെച്ചാണ് ആ ഒരു സ്ഥാനത്തേക്ക് നമ്മൾക്ക് മാത്രം കൺസേർട്ട് ആകും. ആ ഒരു കൺസേർട്ട് ആഗ്രഹിക്കുകയാണ്. കുടുംബത്തിന് വേണ്ടി വിദേശങ്ങളൊക്കെ അർപ്പിക്കേണ്ട പരിഗണനയും പ്രത്യേകമായ വാർത്താനം വേണ്ടി അർപ്പിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം അതിനുവേണ്ടിയാണ് പ്രത്യേകമായിട്ട് വിദ്യുത് സർവീസ് നമ്മൾ നടത്തിയിരുന്നു. വളരെ പ്രാർത്ഥിക്കുന്നുണ്ട്. ധാരാളം ആളുകളുടെ ഡോക്ടേഴ്സിന്റെ എന്തുകൊണ്ട് എന്നെ അർപ്പിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ആ ഒരു സാഹചര്യത്തിൽ പ്രിയപ്പെട്ട പ്രത്യേകമായ പ്രാർത്ഥന ആഗ്രഹിക്കുകയാണ്. അതിന് ഒരു ചെറിയ കാര്യങ്ങൾ നമ്മുടെ